പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കത്തോലിക്ക സഭയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മുമ്പിലൊരു മുന്തിരിത്തോപ്പാണ്. കർത്താവ് നട്ട ഒരു മുന്തിരിത്തോപ്പാണ് കുടുംബം എന്ന് പറയുന്നത്. അത് പറയുന്നത് ഏശയ്യായുടെ പ്രവചനം 5-ാം അധ്യായത്തിലാണ്. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പെന്നാണ് എൻ്റെ പേര്. എൻ്റെ പ്രിയന് വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ എന്നാണ് ഏശയ്യ എഴുതിയിരിക്കുന്നത്. കല്ലും കട്ടയും പെറുക്കി മാറ്റി തടവൊരുക്കി കുന്നിൻ്റെ മുകളിൽ നല്ലൊരു മുന്തിരിച്ചെടി, വിശേഷപ്പെട്ട മുന്തിരിച്ചെടി തമ്പുരാൻ നട്ടുവെച്ചു. അതിന് ചുറ്റും വേലി കെട്ടി കാവൽമാടവും മുന്തിരിച്ചക്കും സ്ഥാപിച്ചു. എന്നിട്ട് നാളുകൾ കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറയുന്നു, യെരമ്യായുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ കർത്താവ് അരുളിച്ചെന്ന്, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് തമ്പുരാൻ വരുന്നത് വിളവെടുക്കാനാണ്. വിളവെടുക്കാൻ അവിടെ വരുമ്പോഴത്തെ അവസ്ഥ, അവിടെ ഉണ്ടായിരിക്കുന്ന മുന്തിരിപ്പഴം കാട്ടുമുന്തിരിപ്പഴമാണ്. കാട്ടുമുന്തിരിപ്പഴം നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാട്ടുമുന്തിരിപ്പഴം ഇട്ട് അവിയലുണ്ടാക്കുന്നത് എലീശയുടെ ശിഷ്യന്മാർ. അപ്പോൾ കാട്ടുമുന്തിരിപ്പഴം ഉണ്ടായതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയട്ടെ. ആ തോട്ടത്തോട് ഞാനതിൻ്റെ വേലി പൊളിച്ച് കളയും. അതിൻ്റെ വേലി പൊളിച്ച് കളഞ്ഞിട്ട് അത് വന്യമൃഗങ്ങൾക്ക് മേയാൻ ഞാൻ വിട്ടുകൊടുക്കും. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിൽ ഇതിലേറെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടും? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാനതിൻ്റെ വേലി പൊളിച്ച് കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. നാം ഒരുപാട് കുടുംബങ്ങൾ കാണുന്നുണ്ട്. പത്രവാർത്തയാണെങ്കിലും ടി വിയിലാണ് ഒരുപാട് അനർത്ഥങ്ങളും അസ്വസ്ഥകളും ഒക്കെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു. ഇതിൻ്റെ എല്ലാം പുറകിൽ എവിടെയോ ഒരു ദോഷവശങ്ങൾ കിടപ്പുണ്ട്. അത് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവം നട്ടതാണ്. മദ്ബഹായുടെ താഴെ നിന്നാണ് ഒരു കുടുംബജീവിതം ആരംഭിക്കുക. ഒരു ഭാര്യയും ഭർത്താവിനെയും ദൈവം ആശീർവദിച്ചു വിടുന്നതാണ് ദൈവാനുഗ്രഹത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു കുടുംബജീവിതം ആണ്. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നത് 17-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ ഞാൻ ഏക ആത്മാവും ഏക ശരീരവുമായിട്ടല്ലേ സൃഷ്ടിച്ചത്. ദൈവ ഭയമുള്ള മക്കൾ നിങ്ങളിൽ നിന്നുണ്ടാകണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവ ഭയമുള്ള മക്കൾ ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഏശയ്യായുടെ പ്രവചനം 5-ാം അധ്യായത്തെ തുടർന്ന് നമ്മൾ വായിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേന് അവിടെ കാണുന്നുണ്ട് 12-ാം വാക്യത്തിൽ, അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട്. എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. സുവിശേഷ വേലയിൽ വന്ന കുറേ അനുഭവങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പങ്കെടുക്കാത്ത 1-2 കാര്യങ്ങളാണ് നമ്മുടെ കത്തോലിക്ക ഭവനങ്ങളിലെ കല്യാണങ്ങളിൽ പങ്കെടുക്കാനില്ല. കാരണം എറണാകുളം, അങ്കമാലി ആ സൈഡിലേക്കൊക്കെ പോയാൽ കല്യാണ വീട്ടിൽ 2 വീടാണ് ഒരുക്കുന്നത്. 2 വീട്, ഒരു വീട് മദ്യപാനത്തിനുള്ളതും ഒരു വീട് കല്യാണത്തിനുള്ളതും. കല്യാണ വീടിൻ്റെ അടുത്തായിട്ട് വേറൊരു വീട് കൂടെ ഒരുക്കിയിരിക്കും അവർ. എല്ലാ മദ്യപാനങ്ങളുമല്ല. ഞാൻ ബേക്കറി നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഞാനിപ്പോൾ ഓർക്കുന്നു, എന്നോട് വന്നിട്ട് എൻ്റെ കടയിൽ ബേക്കറിയിൽ സോഡ തരുന്ന ആൾ വന്നിട്ട് ചോദിച്ചേട്ടാ 2 ദിവസത്തേക്ക് സോഡ ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ അതെന്നാ പറ്റി? അത് നമ്മുടെ ഇവിടുത്തെ ഒരു കല്യാണമല്ലേ, അവിടുത്തെ പേർക്ക് ആ സോഡാമിഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുക. 2 ദിവസത്തേക്ക് അവിടെ ആയിരിക്കും എൻ്റെ സോഡയുടെ പണി. അവിടെ വരുന്നവർക്ക് മദ്യപിക്കാൻ സോഡ ഉണ്ടാക്കി കൊടുക്കാൻ. കത്തോലിക്ക ഭവനത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. കത്തോലിക്കൻ്റെ കല്യാണത്തിനും ആദ്യ കുർബാനയ്ക്കും എല്ലാം മദ്യം ഇൻക്ലൂഡിങ് ആണ്. ഈ മദ്യത്തിലൂടെ വരുന്നത് തന്നെ പരസ്പര ഭിന്നതയായി കലഹമായതായി. ഞാൻ ഒരിക്കൽ രാത്രി ഒരു 11 മണിക്ക് എനിക്കൊരു ഫോണ് വിളിച്ചപ്പോൾ ആരാണെന്ന് മനസ്സിലായി. എന്നാ വിശേഷം? അത് നാളെ ആദ്യ കുർബാനയല്ലേ? അതെ, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. ചോദിച്ചാൽ എന്നാ അവൻ ഇവിടെ ഭയങ്കര ബഹളമാണ്. ചോദിച്ചേട്ടൻ ഇവിടം വരെ വരാമോ? ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഞാൻ എന്നാ പറഞ്ഞാൽ വരുന്നത്? അത് എവിടെയെങ്കിലും പോയിട്ട് വരുവാന്നും പറഞ്ഞ് ചോദിച്ചേട്ടനത് വരണമെന്ന് പറഞ്ഞു. അവിടെ ഒരു വണ്ടിയായിട്ട് വന്നു. അവരുടെ വണ്ടിയെ കയറി ഞാൻ ആ ഗേറ്റിന് പുറത്തിറങ്ങിയിട്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ കുടുംബനാഥൻ, വെളുത്ത് അരോഗ ദൃഢഗാത്രനായ ഒരു വലിയ മനുഷ്യൻ കൂടി. എന്നാൽ അയാൾക്കൊരു 55-60 വയസ്സേ ഉള്ളൂ. സോഫ കമ്പട്ടയിൽ ചമ്പരക്കുടുക്കയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വലതുവശത്തൊരു വാക്കത്തിയും ഇടതുവശത്തൊരു കമ്പിവടിയും ഇരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് കയറി ചെന്നെ പെട്ടെന്ന് പുള്ളി തലയും ചോദിച്ചേട്ടണം ഇപ്പോൾ എവിടെ? ഞാൻ പറഞ്ഞു ഞാൻ ഇതുവഴി പോയപ്പോൾ ഇവിടെ വെട്ടം കണ്ട്, അതുകൊണ്ടാണ് കയറി വന്നത്. അതുപോലെ നാളെ ആദ്യ കുർബാനയല്ലേ, എന്നാൽ വൈകിട്ടൊന്ന് കയറി വന്ന് പിള്ളേരെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് വന്നതാന്ന് പറഞ്ഞു. ഇരിക്കും ചോദിച്ചേട്ടാ, എടീ ചോദിച്ചേട്ടനെ കുടിക്കാൻ വല്ലോ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുറി തുറന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു. പക്ഷെ അവരുടെ മുഖത്തോട് രക്തം ഒഴുകുന്നു. ചേച്ചി തന്നെ പറ്റി ചേട്ടത്തി,
എന്നാ പറയാനാ ചോദിച്ചേട്ടാ, ഭിത്തിക്കിട്ട് തലമുട്ടിയ തല പൊട്ടിയതാണ്. അന്നേരമാണ് ഈ പുള്ളി പറഞ്ഞത്, എന്നാ പറ്റിയതാടി, ഈ ദേഹം പിടിച്ച് തള്ളിയതാണ്. വഴക്കുണ്ടാക്കി എല്ലാം അടിച്ച് പൊട്ടിച്ച് തകർത്തിട്ട് ഈ സ്ത്രീയെ പിടിച്ച് തള്ളി അവരുടെ തലയിന്ന് ഭിത്തിക്കിട്ടിട്ട് ഒരു മുറിക്കകത്ത് 2 ആമക്കളും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാം കൂടി ഇരിക്കുകയാണ് ഈ മനുഷ്യനെ പേടിച്ച്. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ചേട്ടത്തിയും കൊണ്ട് ആശുപത്രിയിൽ പോകണ്ടേ? പിന്നെ പോകണം എന്നാ വാ. ഇല്ല, യോജിച്ചേട്ടൻ പോകുന്ന വഴി അങ്ങ് ആക്കിയാൽ മതി, ഞാൻ ഇവിടെ ഇരുന്നതെല്ലാം ഒന്ന് ഒതുക്കട്ടെ. ഇല്ല വേണ്ട, എഴുന്നേരെ. ആ നയത്തിൽ പിടിച്ച് ആ മനുഷ്യനെ പിടിച്ച് ആദ്യം ചെയ്ത് അയാളെ കെട്ടിപ്പിടിച്ചായിട്ട് തോളെ കൂടെ കൈയിട്ടേക്ക് ഒരു ഉമ്മ കൊടുക്കുക ചെയ്തത്. എന്നിട്ട് അയാളെ ഷർട്ട് ഇടിപ്പിച്ച് അയാളെയും കൂട്ടി ജീപ്പേ കയറ്റി ആ ചേടത്തിയെ കൊണ്ട് ആശുപത്രിയിലാക്കി. ആ മനുഷ്യനെ ആ രാത്രിയിൽ തന്നെ ഒരു ഡീഅഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ രാത്രി 3 മണിയായി. ആദ്യ കുർബാന കൈക്കൊള്ളാനുള്ള വീടാ. നാളെ ആ വീട്ടിലേക്ക് 2 കുഞ്ഞുങ്ങളോട് കൂടിയാണ് ഈശോ കടന്നു വരുന്നത്. 46 വർഷങ്ങൾക്ക് മുമ്പ് കല്ലറയ്ക്കലച്ഛൻ എഴുതിയ പാട്ടാണ് വാവാ യേശുനാഥ. അതിനകത്ത് പറയുന്നുണ്ട്, വേണ്ട പോകരുതേ നാഥ നിൽക്കണമേന്ന്. വീട്ടിൽ വന്നു കയറിയ തമ്പുരാന് അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ട് അച്ഛൻ എഴുതുകയാണ്, വേണ്ട പോകരുതേ നാഥ നിൽക്കണമേന്ന്. നമ്മുടെ വീടുകളുടെ ഒരു അവസ്ഥയാണ് ഞാനീ പറയുന്നത്. ഈ നമ്മുടെ കല്യാണവും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്ന വീടുകളിൽ മദ്യം ഇന്ന് അഭിഷേകമായിട്ട്, മദ്യപാനികളെ ഒരുപാട് പേരെ കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ. മകൻ്റെ കല്യാണം നിശ്ചയം വരെ ഉറപ്പിച്ചു വെച്ചിട്ട് മദ്യപാനം നിർത്തിയ മനുഷ്യനാണ്. മകൻ്റെ കല്യാണം വരെ മനസ്യോദ്യം വരെ നിശ്ചയിച്ചു വെച്ച് കഴിഞ്ഞ് വീണ്ടും മദ്യത്തിന് അടിമയായിപ്പോയി. ഞാൻ അവിടെ ചെന്ന മനുഷ്യനെ കണ്ടുപിടിച്ച് അയാളെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കി. അവിടുന്ന് അയാൾ കാലെ പിടിച്ച് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞിട്ടാണ് കോവിഡിൻ്റെ സമയത്ത് രാത്രി ഒരു 3 മണിക്ക് എന്നെ വിളിക്കുന്നത്. ചോദിച്ചേട്ടാ, ഞാൻ മെഡിക്കൽ കോളേജിലാണ്, എനിക്ക് എലിപ്പനിയാണെന്നാണ് തോന്നുന്നത്, ആരും എന്നെ നോക്കുന്നില്ല, പാരാസെറ്റമോൾ മാത്രമേ തരുന്നുള്ളൂ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ 4 ദിവസം കഴിഞ്ഞ് മനോരമ പത്രത്തിൽ നോക്കുമ്പോഴാണ് ചരമക്കോളത്തിൽ ആ മനുഷ്യൻ്റെ പടം ഞാൻ കാണുന്നത്. അങ്ങനെ എത്രയോ പേര്, ഒരാളല്ല, ജീവിതത്തിലൂടെ ഈ 30 വർഷത്തെ ആത്മീയ ശുശ്രൂഷയിലൂടെ മദ്യമേഖലയിലൂടെ കടന്നുപോയ കുടുംബങ്ങളും യുവാക്കളും യുവതികളും. എനിക്ക് ഓർക്കുന്നുണ്ട്, പെനുവേലാശ്രമത്തിൽ മദ്യപാനികളുടെ ധ്യാന ശുശ്രൂഷ നടക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ ഇരുന്ന് ഞെരുവിരി കൊള്ളുന്നു. എന്നടാ നിനക്ക് എന്നാ പറ്റി? രഹസ്യമായിട്ട് മാറ്റി, അസ്വസ്ഥനാണ് അവർ. എന്ത് പറ്റി? അതെ, ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ ആ കാലിൻ്റെ കീഴായിട്ട് ഞാൻ ഒരു 1/2 പൈൻ്റ് കുഴിച്ചിട്ടിട്ടാണ് പറഞ്ഞത്. അത് അപ്പം കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് പോകുന്നൊരു പേടിയാണെന്ന്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാ. അവൻ മദ്യപിക്കാൻ കാശുണ്ടാകുന്ന എവിടെയാണെന്നറിയോ? പള്ളി വിളിച്ചു പറയുന്ന കൂട്ടായ്മ ഏത് വീട്ടിലാണെന്ന്. ആ കൂട്ടായ്മ നടക്കുന്ന വീടിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും വീട്ടിൽ അവൻ മോഷ്ടിക്കാൻ കരുതുന്ന അവൻ അലമാരിയും മേശയൊന്നും തപ്പുകയില്ല. അവൻ അടുക്കളയിലുള്ള ഏതെങ്കിലും പാത്രം നോക്കി അമ്മച്ചിമാരുടെ നിക്ഷേപം എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് അവൻ മദ്യപിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതാണ് നമ്മളൊന്ന് ചിന്തിക്കണം. അവൻ ഈ കോച്ചിങ് എവിടുന്ന് കിട്ടി? അവന് വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട്, മദ്യപാനിയായ അപ്പനിൽ നിന്നും മദ്യപാനിയായ സഹോദരനിൽ നിന്ന് ദാരിദ്ര്യത്തിൽ പഠിക്കാൻ കാശില്ലാഞ്ഞിട്ട് അവൻ പേപ്പർ ബോയ് ആയിട്ട് പോയി. അങ്ങനെ പേപ്പർ കൊടുത്ത് 9 മണിയാകുമ്പോൾ പേപ്പർ കൊടുത്ത് തരുന്ന അവസാനം ഇടുന്ന ഷാപ്പിലാണ്. അവിടെ വെച്ച് അച്ചായം കൊടുത്ത ക്ഷീണം മാറി ക്ലാസ്സിൽ പോയിരിക്കുക. അവിടെ ഇതേ ഒരു ഗ്ലാസ് കുടിച്ചോളാൻ തലേദിവസം മൂത്ത കള്ള്. അങ്ങനെയാണോ മദ്യപാനത്തിലേക്ക് പോയത്? നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത് മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു. നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന ആയത് വളരെ വ്യക്തമായി ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നീ അവൻ്റെ വീടിന് ചുറ്റും വേലി കെട്ടിയിരിക്കല്ലേ. നമ്മുടെ എല്ലാ വീടിനും തമ്പുരാൻ്റെ ഒരു വേലിയുണ്ട്. തമ്പുരാൻ്റെ ഒരു വേലി നമ്മുടെ എല്ലാവരുടെയും വീടുകൾക്ക് ചുറ്റുമുണ്ട്. ഒരു കൃപയുടെ കവാടം, ഒരു കാവൽ നമ്മുടെ വീട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു തിന്മയോ ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ അവസ്ഥയിലോ ആ കുടുംബാംഗങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ആ വേലി പൊളിയും. ആ വേലിക്കകത്തൂടെയാണ് അനർത്ഥങ്ങൾ കടന്നു വരിക. അത് നമ്മൾ തിരിച്ചറിയണം. ആത്മീയ അർത്ഥങ്ങളുടെ അവസ്ഥയിൽ നമ്മൾ ഇത് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുള്ള ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട്. അത് നഷ്ടപ്പെടല്. അത് നഷ്ടപ്പെടുന്ന കായനോട് പറഞ്ഞ്, പാപം നിന്റെ വീടിൻ്റെ മുമ്പിൽ കിടപ്പുണ്ട്, നീ ഇതിനെ കീഴടത്തില്ലെങ്കിൽ നിന്നെ പാപം കീഴടക്കും. അതെ, കായൻ കുറ്റവാളിയായി മാറുന്ന അങ്ങനെയാണ്. അപ്പം നമ്മുടെയൊക്കെ വീടിന് ദൈവത്തിൻ്റെ ഒരു കാവലുണ്ട്. രാത്രിയിലെ ഭയത്തിൽ നിന്നും, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും, ഉച്ചയിലൊതുന്ന കാറ്റിൽ നിന്നും, മഹാമാരിയിൽ നിന്നും അവൻ നിന്നെ കാത്തുകൊള്ളും. നീ എന്ത് ചെയ്യണം? 94 സങ്കീർത്തനം 14 വാക്യം, സ്നേഹത്തിൽ അവൻ എന്നോട് ഒട്ടിയിരിക്കിയാൽ അവൻ എന്നെ വിളിക്കും. സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ വിശുദ്ധ ബലിയിൽ അർപ്പണം. ഞായറാഴ്ച ഒരാൾ പോലും കുർബാന മുടക്കരുത്. അത് സമ്മതിക്കരുത്. ഒരാൾ പോലും കുർബാന മുടക്കാൻ പാടില്ല. ഞായറാഴ്ചയും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം.
10 കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്ന ഒരു കുടുംബമാകുമ്പോൾ അവിടെ ആദ്യ കുർബാന വന്നാലും കല്യാണം വന്നാലും ആ പരിസരത്ത് മദ്യം എന്ന് പറയുന്ന ഒരു സാധനം കേട്ടരുത്. നമ്മൾ ഈയിടെ കണ്ടതല്ലേ, നിങ്ങളെല്ലാവരും പത്രത്തിൽ കണ്ടു, വാട്സാപ്പിലൊക്കെ കണ്ടു, പാലായിലൊരു കുടുംബം എത്ര ദയനീയമായി പോയി അവിടുത്തെ അവസ്ഥ. നല്ലൊരു ചെറുപ്പക്കാരൻ, അവൻ്റെ ജീവിതം പോയില്ലേ, എവിടെല്ലാം പോകുന്നു, എന്തെല്ലാം നഷ്ടപ്പെടുന്നു അല്ലേ. ഇവരൊക്കെ ഇപ്പോഴും കത്തിയും കൊണ്ടാണോ നടക്കുന്നത്, ഇപ്പോഴും ആയുധമായിട്ടാണോ നടക്കുന്നത്. ക്രിസ്ത്യാനിക്ക് എന്തിനാ ആയുധം? കർത്താവ് അവൻ്റെ കൂടെ ഉള്ളപ്പോൾ ആയുധം യോശുവായിട്ട് പറഞ്ഞു, മോശയോട് എന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ആരും തോൽപ്പിക്കില്ല. എന്ത് ചെയ്യണം? വാളെടുക്കാനല്ല പറഞ്ഞത്, തോക്കെടുക്കാനല്ല പറഞ്ഞത്, ഇടികെട്ട് എടുക്കാൻ. എൻ്റെ വചനം നിന്റെ ആധാരത്തിൽ ഉണ്ടായിരിക്കണം, നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നിന്നെ ആരും തോൽപ്പിക്കില്ല. ഇല്ല, നിന്നെ ആരും തോൽപ്പിക്കില്ല. നിന്റെ ഹൃദയത്തിനകത്തൊരു ബൈബിൾ ഉണ്ടായിരിക്കണം. ദാവീദ് പറഞ്ഞു, പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. കുടുംബ പ്രാർത്ഥനയിൽ വചനം വായിക്കണം, വചനം വ്യാഖ്യാനിക്കണം, വചനത്തെപ്പറ്റി ധ്യാനിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് വെറുതെ ഉള്ളതല്ല. കത്തോലിക്ക കുടുംബം എന്ന് പറയുന്നത്, വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയും, ഞാനിതാ വാതിലിൽ മുട്ടുന്നു, എൻ്റെ വിളിയുടെ സ്വരം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് വരികയും നിന്നോടുകൂടി അത്താഴം കഴിക്കുകയും ചെയ്യും. എൻ്റെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവനാണ് എൻ്റെ തമ്പുരാൻ. അതുകൊണ്ടാണ് 101-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത്, നിന്റെ നന്മയെയും കരുണയെയും കുറിച്ച് ഞാൻ പാടും. ഹൃദയ പരമാർത്ഥതയോടെ ഞാൻ എൻ്റെ ഭവനത്തിൽ വ്യാപരിക്കും. കർത്താവെ, അങ്ങെപ്പോഴാണ് എൻ്റെ വീട്ടിൽ വരിക? എപ്പോഴാണ് കർത്താവ് വീട്ടിൽ വരുന്ന ദാവീദ് ചോദിക്കുന്നത്? അതിന് ദാവീദിൻ്റെ ഒരു ഒറ്റ ഉടമ്പടി ഇതേ ഉള്ളൂ, ഹൃദയ പരമാർത്ഥതയോടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ഭവനത്തിൽ വ്യാപരിക്കും. ഇതെപ്പോഴാണ് പറഞ്ഞത്? താൻ തെറ്റ് ചെയ്ത് കൊലപാതകയായി, ശിക്ഷകനായി, തൻ്റെ കൊച്ചു മരിച്ചുപോയി, ആ ദുഃഖമെല്ലാം കഴിഞ്ഞ അനുതാപത്തിൽ നിന്നാണ്. ഈ അനുതാപത്തിന് ശേഷമാണ് ദാവീദ് പറയുന്നത്, ഹൃദയ പരമാർത്ഥതയോടെ ഞാൻ എൻ്റെ ഭവനത്തിൽ വ്യാപരിക്കും, അങ്ങ് എപ്പോഴാ എൻ്റെ വീട്ടിൽ വരിക? അതേ പ്രിയമുള്ളവരെ, കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പ. അവൻ അവിടെ ആഗ്രഹിക്കുന്ന ഒരു വിളവുണ്ട്, ഒരു നല്ല മുന്തിരിപ്പഴം. അതൊരു വൈദികനാകാം, നല്ലൊരു സുവിശേഷകനാകാം, നല്ലൊരു കുടുംബനാഥനാകാം, നല്ലൊരു മകനാകാം, അമ്മയാകാം, എന്തുവാകാം. അവിടെ എല്ലാം ഒരു വാക്കുണ്ടാകണം അതിൻ്റെ കൂടെ, എന്ത്? നല്ലത്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ അവൻ്റെ അടുത്ത അവസാനം ചെന്നവനെ വിളിച്ചത് നല്ല കള്ളെന്ന. അവൻ്റെ അവസാന പീഡാനുഭവത്തിൻ്റെ സമയത്ത് അവൻ്റെ വലതുവശത്ത് കിടന്നവൻ അവനോട് ചോദിച്ചു, പർദീസായിൽ എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. കൂട്ടിക്കൊണ്ടുപോയി. അവനെ നമ്മൾ വിളിക്കുന്ന നല്ല കള്ളെന്ന. നമ്മുടെ പേരിൻ്റെ കൂടെ ഒരു നല്ലതുണ്ടായി. നല്ല കുടുംബം, നല്ല കുടുംബം, നല്ല കുഞ്ഞുങ്ങൾ, നല്ല ഭാര്യ ഭർത്താക്കന്മാർ, നല്ല വിശ്വാസികൾ. ഈ രീതിയിൽ നമുക്കൊരു പേരുണ്ടാകണം. പ്രിയമുള്ളവരെ, കത്തോലിക്കൻ എന്ന് പറയുന്നത് ഭൂമിയുടെ സമാധാനമാണ്. കത്തോലിക്കൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപ്പാണ്. കത്തോലിക്കൻ എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രകാശമാണ്. അവൻ എവിടെ ചെന്നാലും അതിൻ്റെ നന്മ നമ്മളുണ്ടാകണം. നമ്മൾ കണ്ടിട്ടില്ലേ, എത്ര അധമ മേഖലയിലായാലും അവിടെ ഒരു കുരിശുപള്ളി ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രകാശം ഉണ്ടാകും, അവിടെ ഒരു ഐശ്വര്യം ഉണ്ടാകും, ഒരു വെട്ടം ഉണ്ടാകും. എവിടെയെങ്കിലും ഒരു കുരിശുപള്ളി, ഞാൻ നമ്മുടെ കേരളത്തിൽ ഞാൻ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ ഞാൻ എവിടെ ചെന്നിരുന്നാലും അവരോടൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ കുരിശുപള്ളി ഉണ്ടാകുന്നതിന് മുമ്പിലത്തെ ഇവിടുത്തെ അവസ്ഥ. ഞാൻ ഈ അടുത്ത കാലത്ത് സഞ്ചരിച്ചവരടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു പ്രാകൃതനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ശവം തിന്നുന്നവനാണെന്നാണ് തോന്നുന്നത്. അയാളുടെ അസ്ഥി കഷ്ണങ്ങളൊക്കെ കാണുമായിരുന്നു. പക്ഷെ അതെൻ്റെ ഓർമ്മയിൽ ചോദിച്ചേട്ടാ, അപ്പം എന്നോട് സംസാരിക്കുന്ന ഈ മനുഷ്യൻ ഏതാണ്ട് 80-88 വയസ്സുണ്ട്. അയാൾക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അവിടെ ഒരു കുരിശുപള്ളി പണിത്. ആ കുരിശുപള്ളി പണിത് പിതാവ് വന്ന് വെഞ്ചരിച്ചതിന് ശേഷം ആ മനുഷ്യനെ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ വൃത്തികെട്ട മനുഷ്യനെ, ആ പ്രാർത്ഥനയെ പോലെ നടക്കുന്ന മനുഷ്യനെ, ആ അസ്ഥികളുമായിട്ട് നടക്കുന്ന മനുഷ്യനെ പിന്നെ കണ്ടിട്ടേ ഇല്ല ഇവിടെ ആ കുരിശുപള്ളി വന്നപ്പോൾ. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പോളണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പരസ്യമായ സുവിശേഷ പ്രസംഗം അനുവദിച്ചിട്ടില്ല അവിടുത്തെ രാഷ്ട്രീയ ഗവൺമെൻറ്. പക്ഷേ അവിടെ ഒന്നുണ്ട്, എന്നാണെന്നറിയാമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുരിശുപള്ളി ഉള്ളത് പോളണ്ടിലാണ്. ഏറ്റവും കൂടുതൽ കുരിശുപള്ളി എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അടയാളമാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ കുരിശുപള്ളികളെയൊക്കെ നമ്മൾ സന്തോഷത്തോടും സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി സൂക്ഷിച്ചാൽ അതെല്ലാം ആരാധനാലയങ്ങളായി മാറ്റുക. അപ്പം നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പാണ്. അവൻ എപ്പോഴും അതിൽ വിളവ് നോക്കുന്നവനാണ്. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഞാൻ 3 വർഷമായി ഫലമാണ്. 3 വർഷമല്ല, 3 തലമുറയാണ്. 3 തലമുറയാണ്. ആ 3 തലമുറയിലും ഫലമുണ്ടായില്ലേ, 4ാമത്തേനവൻ വേറെയല്ല കോടാലി വെക്കുന്നത്. നമ്മുടെ പത്രവാർത്തകളിൽ എന്തുമാത്രം ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടു പോകുന്നു, ഏതെല്ലാം വഴികളിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നു. എന്തേ അവർക്കൊരു സംരക്ഷണം കിട്ടാത്തത്?
59 നിന്നെ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം എൻ്റെ കരങ്ങൾ കുറുകിയിട്ടില്ലെന്നാണ് പറയുന്നത്. ആ കരകൾ നമ്മുടെ മുമ്പിൽ കുറുകാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബം മുന്തിരിത്തോപ്പായി മാറണം. കുടുംബ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ദാനധർമ്മവും ഉപവാസവും നമ്മുടെ ലക്ഷ്യങ്ങളായി നമ്മുടെ കൂടെ 4 ആയുധങ്ങളായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.